പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. അല്ല, നമസ്കാരമുണ്ട് കേട്ടാ, നമസ്കാരമുണ്ട്. അസലി പാട്ട് എന്തുട്ടിപ്പോ ഈ പാട്ട് പാടാൻ കാര്യം ഇപ്പൊ ചോദിച്ചേക്ക് ഉണ്ട് 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 കാര്യമുണ്ട്. കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഈ ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ സ്വർണ്ണമൊക്കെ കട്ടുകൊണ്ടുപോയില്ല. നമ്മുടെ പിണറായി വിജയന്റെ 1ാം മന്ത്രിസഭ അധികാരത്തിൽ വന്ന കാലത്ത് തന്നെയാണ് അത് ഉണ്ടായിരുന്നത്. അന്ന് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി, നേരെയും വിലയ്ക്ക് നിൽക്കാത്ത ആള്, ശബരിമല സ്വർണ്ണക്കുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിന്ന് കേട്ട് കഴിഞ്ഞാൽ പുള്ളി പമ്പെടുക്കും, ഓടിപ്പോകും, എങ്ങടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ആ കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്ത് നടന്ന സ്വർണ്ണക്കൊള്ളയാണെന്ന് പറയുന്നത് കട്ട് 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 ശബരിമലയിലെ ഉമ്മറക്കട്ടിളപ്പടി ശാസ്താവിന്റെ അമ്പലത്തിൽ നട അടയ്ക്കാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞില്ല. ഉമ്മറക്കട്ടിളപ്പടി എടുത്തുകൊണ്ടുപോയി, ഉമ്മറ വാതിലെടുത്തുകൊണ്ടുപോയി, ദ്വാരപാലക ശില്പങ്ങൾ, അതായത് ശ്രീകോവിലിന്റെ 2 വശത്ത് നിൽക്കുന്ന 2 ദ്വാരപാലക ശില്പങ്ങളുണ്ട്, ഇതൊക്കെ കട്ടുകൊണ്ടുപോയി വിറ്റ്, അത് വിറ്റ് നിർമൂല നാശമാക്കി എങ്ങാണ്ടൊക്കെ കൊണ്ടുപോയി വിറ്റ്, ഉടച്ച് വിറ്റ്, ഉരുക്കി വിറ്റ് എന്ന് പറയുന്നത് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി വിറ്റ് എന്നൊക്കെ പറഞ്ഞ് വേണ്ട പുകല് അതിന് SIT രൂപീകരിച്ച് പിണറായി വിജയൻ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് കുറെ ആളുകൾ കിട്ടണ്, അവരെ പിടിച്ച് ജയിലിൻ്റെ അകത്തിടുന്നു. ജയിലിൻ്റെ അകത്തിട്ടപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ, അതല്ലേ അതിലും വലിയ അലാക്കിന്റെ അപലോസ് തന്നെയായി പോയത്. ഇതൊക്കെ CPM-കാര്, ഈ അറസ്റ്റിലായതൊക്കെ CPM-കാര്. CPM-ന്റെ മുൻ MLA ആയ കോന്നി MLA ആയ പത്മകുമാർ CPM-ന് പിണറായി വിജയന്റെ തൊട്ടടുത്ത് ആളായിരുന്ന ശബരിമലയിലെ പെണ്ണുങ്ങളെ രാജ്ക്ക് രാമായണം പോലീസിന്റെ കുപ്പായ ഉപയോഗിച്ചുകൊണ്ട് കയറ്റാൻ വേണ്ടി കൂട്ടുന്ന അന്നത്തെ കമ്മീഷണർ എൻ ബാസുവല്ല ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്ന അഫിഡാവിറ്റ് ഇങ്ങോട്ട് പിൻവലിച്ച് പെണ്ണുങ്ങൾ വരാണെങ്കിൽ കയറ്റാന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൊടുത്തത്, അതിന് പിണറായി വിജയന് കൂട്ടുനിന്ന് കൊയിലൂതി കൊടുത്ത ആള് ആ ബാസു പിന്നെ പത്മകുമാർ. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും 1, 2, 3 എണ്ണി വന്നു കഴിഞ്ഞപ്പോ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒക്കെ ഈ പറഞ്ഞ പോലെ CPM-ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ. തൊട്ടതൊക്കെ CPM. പിണറായി വിജയൻ അലാക്കിലായി മിണ്ടാൻ പറ്റുമോ? അങ്ങനെ പത്മകുമാർ എന്ന MLA-ലേക്ക് CPM-ന്റെ MLA-ലേക്ക് അന്വേഷണം എന്ന് കഴിഞ്ഞപ്പോൾ SIT-നെ അവിടെ പിടിച്ചു കെട്ടിയവരും അവിടെ നിൽക്ക് ഇനി പോകണ്ട, മുന്നോട്ടേക്ക് പോകണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 8 നിലയിൽ പിണറായിയും കൂട്ടരും CPM-ഒക്കെ അങ്ങോട്ട് പൊട്ടി. അത് പൊട്ടി ആ ഇടയ്ക്ക് തന്നെയാണ് ഈ പാട്ട് പുറത്തു വന്നത്, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. നല്ല പാട്ടാണ് കേട്ടാ, നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ അസ്ഥലി പാട്ട്. എഴുതിയത് ശബരിമലയിൽ പോവാത്ത ഒരാളാണെന്ന് പറഞ്ഞത് ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, എങ്കിലും അദ്ദേഹം ശരിയായ വിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏത് വിശ്വാസിയാവട്ടെ, അന്യമതത്തിന്റെ വിശ്വാസ സങ്കല്പങ്ങളെയൊക്കെ ചോദ്യം ചെയ്യണ ആരെങ്കിലും അവിടുത്തെ മുതലൊക്കെ കട്ടുന്നുള്ളവരെ അത് ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് യഥാർത്ഥ വിശ്വാസി. പല പേരിൽ അള്ളാന്നും കർത്താവെന്നും അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നല്ലേ ഉള്ളൂ. അപ്പൊ ആ പാട്ട് എഴുതിയ ആൾക്ക് എന്തായാലും ഒരു അഭിനന്ദനം ഇപ്പൊ പറയാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്ന് പാട്ടൊക്കെ പാടി ലോകം മുഴുക്ക പ്രചരിപ്പിച്ച് നമ്മുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും കൂട്ടരും അധികാരത്തിൽ വന്ന് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് അല്ല, പഞ്ചായത്തിലും മുനിസിപ്പൽ പഞ്ചായത്തിലും കോർപ്പറേഷനും ഒക്കെ UDF പിടിച്ചടക്കി കഴിഞ്ഞ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലും 8 നിലയിൽ പിണറായി വിജയനാണ് പൊട്ടി ഠേ 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 എന്നും പറഞ്ഞ് തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പെട്ട പോലെ 8 നിലയല്ല 16 നില 32 നില 98 നിലയിൽ അങ്ങോട്ട് പൊട്ടി. അങ്ങനെ 99 സീറ്റിൽ നിന്ന് 35 സീറ്റിലേക്ക് പടുപാതാളത്തിലേക്ക് പോന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ VD സതീശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയൊക്കെ ഇങ്ങനെ വിവാദമായ സമയത്ത് പറഞ്ഞ് ഇതൊക്കെ എങ്ങനെ പോയേക്കണെന്ന് നമുക്ക് അറിയാന്നേ. എന്തോന്ന് അത് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി എവിടെ കൊണ്ടുപോയിക്കണ, ആർക്കാ വിറ്റേക്കണെന്നൊക്കെ നമുക്കറിയാം, കൃത്യമായിട്ട് നമുക്കറിയാം. അതായത് സംസ്ഥാനത്തിന് പുറത്ത് കോടീശ്വരനായ വലിയൊരു വ്യവസായി, പുള്ളി അയ്യപ്പ ഭക്തനാണ്, ആ അയ്യപ്പ ഭക്തനാണ് ഇത് വിറ്റേക്കണെന്നാണ് VD സതീശൻ പറഞ്ഞത്. അപ്പൊ അത്ര അച്ചട്ടായിട്ട് കാര്യങ്ങൾ VD സതീശൻ പറയുമെങ്കിൽ ഇപ്പൊ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നേക്കാലേ, ആളും അധികാരം തോക്കും പടിയും കുന്നും ഒക്കെ കയ്യിലുണ്ടല്ലോ, തൊപ്പി വെച്ച പോലീസും വണ്ടിയും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ ആളറിയാന്നുണ്ടെങ്കിൽ പോലീസ് വണ്ടി ഡ്രന്ന് പറയാണ്ട് ഓടിച്ച് അവിടെ ചെന്ന് ആളെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കയ്യിൽ ബലങ്ങെട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ. ആ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയും ഇവിടെ കണ്ടെത്തി ശബരിമലയിൽ കൊണ്ടുചെന്ന് അവിടെ ചാർത്തി കളഭാഭിഷേകം ചെയ്യണ്ടേ ശബരിമലയിലെ വലിയ ഭക്തനായ VD സതീശൻ. അതെന്താ ചെയ്യാത്തതെന്നാണ് ചോദിക്കുന്നത്, നമ്മളല്ല ചോദിക്കുന്നത്. നമുക്ക് ആ ചോദ്യം ഉണ്ടെങ്കിലും നമ്മൾ ചോദിച്ചത് പുറത്തു നിന്നല്ല. ഇപ്പൊ നിയമസഭയിൽ ആ ചോദ്യം ഉന്നയിച്ച്
അതായത് നിലപാടുകളുടെ രാജകുമാരനാണ് ബി ഡി സതീശൻ എന്ന് പറഞ്ഞ് ലോകം മുഴുക്കൊക്കെ പറഞ്ഞിട്ട് നടന്നില്ല. ഫ്ലക്സ് വെച്ചില്ല കേട്ടാ. ഫ്ലക്സിന്റെ ആള് മറ്റേ പുള്ളിക്കാരനല്ലേ ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതാണുള്ള കേരളം മുതൽ എന്താണ് കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മറ്റാരുണ്ട് LDF അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒറ്റ ആളുടെ മുഖം മാത്രമേ ഉള്ളൂ, ഞാനല്ലാണ്ട് മറ്റാരുണ്ട് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന്റെ എന്താ ഒരു ആനയുടെ അത്രയുള്ള വലിയ മുഖമുള്ള ചിരിക്കണ പടമൊക്കെ അടിച്ചു വെച്ച് അത് പുള്ളി ഫ്ലക്സ് അടിച്ചു വെച്ചത്. പക്ഷെ നിലപാടുകളുടെ രാജകുമാരൻ ബി ഡി സതീശൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് UDF കാരെയാണ്. അങ്ങനെ നിലപാടുകളുടെ രാജകുമാരനാണ് വി ഡി സതീശൻ എങ്കിൽ എന്തുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഒരു നിലപാട് എടുക്കണില്ല എന്നാണ് BJP കാരനായ MLA ചോദിക്കുന്നത്. BJP കാരനായ MLA എന്ന് പറഞ്ഞാൽ 30,000 ഒന്നുമില്ലല്ല, മുന്നാഴി മൂന്ന് പേര് ത്രീ MLA മാര് ജയിച്ച്, 3 MLA മാര് ജയിച്ച്. അതിൽ PB ഗോപകുമാർ എന്ന് പറഞ്ഞൊരു MLA ഇന്ന് നിയമസഭയിൽ ചോദിച്ചാണ്. എന്തെന്ന് ചോദിച്ചത്? ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ള പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ബി ഡി സതീശനെ. അങ്ങനെയാണെങ്കിൽ ബി ഡി സതീശൻ എന്തുകൊണ്ട് നിലപാടുകളുടെ രാജകുമാരനായിട്ട് ഈ ശബരിമല കൊള്ളക്കേസിൽ ഇത് എവിടെ അയ്യപ്പന്റെ ഈ സ്വർണ്ണപ്പാളി വിറ്റതെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് നടന്ന് നാഴിക്ക് 40 വട്ടം കേരളത്തിൽ അങ്ങോട്ടും കൂടെ ഓടി നടന്ന് വോട്ട് പിടിച്ചപ്പോൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഭരണപരമായിട്ടുള്ളൊരു ഉത്തരവാദിത്തം എന്തുകൊണ്ട് ഭരണപരമായിട്ടുള്ളൊരു ഉത്തരവാദിത്തം എന്തുകൊണ്ട് നിറവേറ്റണില്ല എന്നാണ് ചോദിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ ഇന്ന സ്ഥലത്തിന് വിറ്റേക്കണമെന്ന് അറിയാന്നുണ്ടെങ്കിൽ അവിടെ പോയി ഓടിപ്പോയി ആളെ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരണ്ടേ? അതെന്താ ചെയ്യാത്ത? അങ്ങനെ ഭരണപരമായിട്ടൊരു ഉത്തരവാദിത്തം എന്തുകൊണ്ട് ബി ഡി സതീശൻ ചെയ്യണില്ല എന്നാണ് PB ഗോപകുമാർ ഇന്ന് നിയമസഭയിൽ ചോദിച്ചത്. ആ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമര മുകുളങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വയലാറന്ന് പാടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 3 താമര കേരളത്തിൽ വിരിഞ്ഞ്, മുന്നാഴി മുത്തെന്ന് പറഞ്ഞ പോലെ 3 താമര പിരിഞ്ഞ്, 3 താമരയിൽ ഒറ്റ താമര, ഒരു ചെന്താമര ഇന്ന് ഈ നിയമസഭയിൽ ചോദിച്ച് എന്തുകൊണ്ട് നിലപാടിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഭരണപരമായിട്ടുള്ള ഒരു നിലപാട് എന്തുകൊണ്ട് സ്വീകരിക്കണില്ല? അത് അങ്ങനെ ചോദിച്ചു. പിന്നെ മാത്രമല്ല ഈ CMRലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാസപ്പടി കേസ് ഉണ്ടായിരുന്നില്ല. 1,72,00,000 രൂപ ഈ പുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ പുള്ള തെറ്റിദ്ധരിക്കരുത്, മുഖ്യമന്ത്രിയുടെ പുള്ള വീണ വിജയൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് CMRന്റെ കർത്തയുടെ കയ്യിൽ നിന്ന്. അപ്പൊ കർത്തയുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് 5 ലക്ഷം രൂപ മാസം സ്വന്തം അക്കൗണ്ടിൽ 3 ലക്ഷം രൂപ വെച്ച് എക്സാലോജിക്കുന്ന ഇല്ലാത്ത കമ്പനിയുടെ പേരിലൊക്കെ മേടിച്ച് അങ്ങനെ 1,72,00,000 രൂപ അങ്ങനെ മേടിച്ച്, അല്ലാണ്ട് പിന്നെ 50 ലക്ഷം രൂപ വേറെ കൈക്കടായിട്ട് മേടിച്ച് അവർ തന്നെ എൻപവർ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ 2,78,00,000 രൂപയൊക്കെ മേടിച്ചിട്ട് ആ കേസിനെ കുറിച്ച് എന്തുകൊണ്ട് ഈ നിലപാടിന്റെ രാജകുമാരൻ ഇപ്പോൾ ഒരു നിലപാടെടുക്കാത്തതെന്ന് ചോദിക്കരുത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ സഭയിലിട്ട് എന്താണ് ഫ്രൈ ഉണ്ടാക്കണ പോലെ പഴംപൊരി ഉണ്ടാക്കണ മറിച്ചും തിരിച്ചു നോക്കിയിട്ട് പൊരിച്ച ആളുകൾ ഇപ്പൊ എന്താ നിലപാടെടുക്കാത്തതെന്ന് ചോദിക്കണത്. ആര് ചോദിക്കണത്? ഈ ഗോപകുമാർ. ശരിയാണല്ല, ഗോപകുമാർ ചോദിക്കണേൽ തെറ്റൊന്നും പറയാൻ പറ്റൂല. അതിൽ പാർട്ടിയും രാഷ്ട്രീയമൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. നാടിന് വേണ്ടി ആര് നല്ല കാര്യം പറഞ്ഞാലും ശരി തന്നെയല്ല. അല്ലെങ്കിൽ ഇവരൊക്കെ തെരഞ്ഞെടുത്ത് വിട്ടേക്കണേക്ക് ഈ താമരയും കൈ പിടിച്ചിട്ട് അവിടെ പോയി വെറുതെ അത് മണത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ജനങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗോപകുമാർ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. അപ്പൊ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ബി ഡി സതീശൻ അന്ന് പഴംപൊരി ഉണ്ടാക്കണ പോലെ മുഖ്യമന്ത്രിയെ തിരിച്ചും തിരിച്ചിട്ട് ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും അതുപോലെ തന്നെ ഈ മാസപ്പടി കേസിലും ഒക്കെ പൊരിച്ചല്ല, നല്ല വരാന്ന് മുഖ്യമന്ത്രിയെ അങ്ങോട്ട് പൊരിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും അങ്ങോട്ട് ചൂടായി എണ്ണ കടന്ന് തിളയ്ക്കുന്ന പോലെ തിളച്ചുകൊണ്ട് പറഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട, പോക്കരിത്തരം പറയരുത്, വല്ലതും പറയാനെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞോളെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാത്യു കുഴൽനാടനെയൊക്കെ ബർപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ അതൊക്കെ പറഞ്ഞത് യഥാർത്ഥ നിലപാടുകളുടെ ശരിയായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ബി ഡി സതീശൻ എന്താ മുണ്ടാട്ടേന്ന് ചോദിക്കണം. മുണ്ടാട്ടം മുട്ടി പൊരിക്കാനോ? അപ്പൊ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഒരു നിലപാടും, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വേറൊരു നിലപാടുകളൊന്നും ചോദിക്കരുത്. അത് പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നിലപാട് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഇപ്പൊ നിലപാട് സ്വീകരിക്കണം, ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വം സ്വീകരിക്കണം. എവിടെ ഇത് ഈ ശബരിമലയിൽ ദ്വാരപാലക ശില്പം വിറ്റേന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിച്ച് അറിയാമെന്നല്ല പറഞ്ഞത്. അപ്പൊ അവിടെ പോയി ആ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോലീസുകാരനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പോയി സാധനം പേടിച്ചിട്ടൊന്ന് ശബരിമലയിൽ കൊണ്ടുവന്ന് അത് കൊടുക്കണം, കണക്കിപ്പെടുത്തണം എന്നൊക്കെയാണ് ഇപ്പൊ ഗോപകുമാർ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ മാസപ്പടിയിൽ കേസിൽ കൃത്യമായിട്ട് അന്വേഷിക്കണം, അതിനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞേക്കാണ് ഗോപകുമാർ. എന്തായാലും ഗോപകുമാറിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും പോറ്റിയേ കേറ്റിയേ സ്വർണ്ണം ചെമ്പായി മാറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഈ പാട്ട് പാടി വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നാൽ മാത്രം ഓരോ കാര്യങ്ങൾ നടത്തണമെന്നാണ് ഗോപകുമാർ പറഞ്ഞത്. അപ്പൊ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വരാട്ടാ. അങ്ങനെ ആയിക്കോട്ടെ. സലാം.